ഫ്രിഡ്ജ് കൊണ്ടുവന്ന എക്സൈറ്റ്മെന്റിൽ കാണാൻ ഓടിപ്പോയി നിന്നത് കറക്റ്റ് ബാക്ക് സൈഡിലായിപ്പോയി. ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഈ ഒരു ഡ്രസ്സ് ടാഗ് ചെയ്യാനായിട്ട് അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കറക്റ്റ് ക്യാമറ ഇങ്ങനെ വീട്ടിൻ്റെ വാതിലിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട്. അപ്പോഴാണ് അവർ എത്തിയത്. ഞാൻ വിചാരിച്ചു ലൊക്കേഷൻ ചോദിച്ച് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ ഇങ്ങ് എത്തത്തുള്ളായിരിക്കുമെന്ന്. അപ്പുറത്താണെങ്കിൽ മിനിയാൻ്റെയും കൊച്ചുപ്പയും ഇല്ല. ക്രിസ്മസിൻ്റെ ഡ്രസ്സിൻ്റെ പർച്ചേസിനായിട്ട്, ഹോൾസെയിൽ പർച്ചേസിനായിട്ട് അവർ രണ്ടുപേരും പോയിരിക്കുക. അവിടെ ലില്ലിയംജി മാത്രമേ ഉള്ളൂ. കുറച്ച് പഴങ്കഞ്ഞി ഇരിപ്പുണ്ട്, അങ്ങോട്ടേക്ക് ചെല്ലാനും പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം അവിടെ പോയി പഴങ്കഞ്ഞി കുടിക്കാനായിട്ട്. അമ്മച്ചിക്ക് ഇവിടുന്ന് കുറച്ച് ചൂട് ചോറ് എടുത്തുകൊണ്ട് കൊടുക്കുകയും വേണം. ഇനി ഞാൻ ഫ്രിഡ്ജിൻ്റെ ഡീറ്റെയിൽസ് പറയാം, ശ്രദ്ധിച്ച് കേട്ടോളൂ. ഹയറിൻ്റെതാണ് ഫ്രിഡ്ജ്. 240 ലിറ്റർ ഫോസ്റ്റ് ഫ്രീ ഡബിൾ ഡോർ ടോപ്പ് മൗണ്ട് 3-star കൺവേർട്ടബിൾ റെഫ്രിജറേറ്റർ ആണിത്. വിത്ത് കൺവേർട്ടബിൾ 5-in-1 ടർബോ ഐസിംഗ്. GE ബ്ലാക്ക് ആണ് ഷെയ്ഡ്. ഫ്രിഡ്ജ് ഞാൻ ഓൺലൈൻ മേടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴേ കമൻസ് തുടങ്ങിയതാണ്. ഓൺലൈനായിട്ടുള്ള ഫ്രിഡ്ജൊക്കെ നല്ലതായിരിക്കും, ഫ്ലിപ്കാർട്ടിൻ്റെ ഫ്രിഡ്ജൊക്കെ നല്ലതായിരിക്കും. ഫ്രിഡ്ജ് ഫ്ലിപ്കാർട്ടിൻ്റെതല്ല. ഞാൻ എടുക്കുന്നത് മൊത്തം കയ്യിൽ നിന്ന് പോയി. അതായത് ഹയറിൻ്റെതാണെങ്കിലും LGയുടേതാണെങ്കിലും ഗോദ്രജിൻ്റെതാണെങ്കിലും കമ്പനിക്ക് അവരുടെ ഫ്രിഡ്ജ് ആമസോൺ വഴി വിൽക്കാം, ഫ്ലിപ്കാർട്ട് വഴി വിൽക്കാം, ഇനി സ്റ്റോറിലും വിൽക്കാം. ഓൺലൈൻ ഷോപ്പിംഗ് കംഫർട്ടബിൾ ആക്കാനുള്ള ഓരോ പ്ലാറ്റ്ഫോംസ് മാത്രമാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ ഇത് ഹയറിൻ്റെ കമ്പനി ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജ് വന്നു കഴിയുമ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് ഇവിടെ തൊട്ടടുത്തുള്ള ഹയറിൻ്റെ കമ്പനിയിൽ നിന്ന് ആൾ വന്നിട്ടാണ് ഇതിൻ്റെ വാറണ്ടി കാർഡും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഫില്ല് ചെയ്ത് തരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഹയറിൻ്റെ കമ്പനിയിൽ പോയി ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കുന്നതിനും ഹയറിൻ്റെ ഫ്രിഡ്ജ് ഫ്ലിപ്കാർട്ട് വഴി വാങ്ങിക്കുന്നതിനും ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ വീട്ടിലിരുന്നാൽ മതി, കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നോളൂ. ഞാൻ വാങ്ങുമ്പോൾ ഇതിൻ്റെ റേറ്റ് 24,084 രൂപയാണ്. ഇതിൻ്റെ കൂടെ എനിക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ട്രസ്റ്റ് ഷീൽഡും കൂടെ വരുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പ്രൈമറി കോൺടാക്ട് ഫ്ലിപ്കാർട്ട് ആയിരിക്കും. ഫ്രിഡ്ജിന് എന്ത് പ്രശ്നം വന്നാലും അതിൻ്റെ റെസൊല്യൂഷൻ കോർഡിനേറ്റ് ചെയ്യുന്നത് ഫ്ലിപ്കാർട്ട് ആയിരിക്കും. ഫ്ലിപ്കാർട്ട് വഴി സെയിൽ നടത്തിയത് കൊണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി അവരങ്ങ് ഏറ്റെടുക്കും. അവരായിട്ട് ബാക്കി കാര്യങ്ങൾ അറേഞ്ച് ചെയ്യും. സർവീസിന് വരേണ്ട ആൾ നമ്മുടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്യും. ഇനി അഥവാ ഫ്രിഡ്ജ് കൊണ്ടുപോയി പണിയണമെങ്കിൽ അവർ ഇവിടുന്ന് പിക്ക് ചെയ്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടുതരും. സുല്ല് ഇനി ഞാൻ ഇത്ര പഴങ്കഞ്ഞി കുടിക്കാം. ഇവിടെ പഴഞ്ചോറും കപ്പ കുഴച്ചതും പിന്നെ ചെമ്മീൻ മുളകിട്ടതും ഒക്കെ ഉണ്ടായിരുന്നു. അമ്മച്ചിക്ക് ഞാൻ കൊണ്ടുവന്ന ചൂട് ചോറും കറി അന്നത്തത് എന്തുവായിരുന്നു സത്യമായിട്ട് ഞാൻ മറന്നുപോയി, വീഡിയോയിലും എടുത്തിട്ടില്ല. എന്നിട്ട് ഞാൻ ഇവിടുത്തെ കിച്ചണൊക്കെ അങ്ങ് ക്ലീൻ ചെയ്തു. മിനിയാൻ്റെയാണ് പാത്രമൊക്കെ കഴുകി ഒതുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം മിനിയാൻ്റി ഇല്ലല്ലോ, അപ്പം അമ്മച്ചിക്ക് ഇനി പോയി കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയാൽ മതിയല്ലോ. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫ്ലിപ്കാർട്ടിൻ്റെ ട്രസ്റ്റ് ഷീൽഡിൻ്റെ കാര്യമാണല്ലോ. അവരുടെ ഏറ്റവും വലിയ പ്രോമിസ് എന്ന് പറഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഇഷ്യൂ റിസോൾവ് ചെയ്യും. 7 ദിവസത്തിനുള്ളിൽ ആ ഇഷ്യൂ അവർ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യും. അതായത് ഫ്രിഡ്ജിൻ്റെ എന്ത് പ്രശ്നം വന്നാലും അത് 7 ദിവസത്തിനുള്ളിൽ പരിഹരിച്ച് തീർക്കും. 8 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജ് ഓൺ ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ രാത്രി ഓൺ ചെയ്തത്. ഇനി നാളെ കമ്പനിയിൽ നിന്ന് ആൾ വരും. ഡ്രസ്സിൻ്റെയും ഫ്രിഡ്ജിൻ്റെയും ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം.